ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അവൽ കൊണ്ട് വെറും 10 മിനിറ്റിൽ നമുക്കൊരു അവലുപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളയവൽ എടുത്തിട്ടുണ്ട്. വെള്ളയവൽ 2 ടൈപ്പ് ഉണ്ട്, കനം കൂടിയതും കനം കുറഞ്ഞതും. ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമ്മൾ സാധാരണയായിട്ട് കനം കൂടിയ ടൈപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെല്ലോ ഉമിയോ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറക്കി കളഞ്ഞ ശേഷം ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത ശേഷം ഇതൊന്ന് കഴുകിയെടുത്ത് പെട്ടെന്ന് തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റണം. ഒരുപാട് നേരം ഇത് വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിക്കിടക്കാൻ പാടില്ല. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അവൽ ഇവിടെ ഇരുന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയും 2 വലിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിത് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 മുതൽ 3 പച്ചമുളക് വരെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ അവൽ നന്നായിട്ട് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്ര സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ അല്പം വെള്ളം തളിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് സോഫ്റ്റ് ആയിക്കൊള്ളും. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചരുചി ഒന്ന് മാറി വരണം. ചെറുതായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി. ആ സമയത്ത് ഉള്ളി അരിഞ്ഞു വെച്ചതും അല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നൊരു ഗോൾഡൻ കളറിലേക്ക് മാറണം. കണ്ടില്ലേ, ഈ ഒരു കളറിലേക്ക് ആകണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾ പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. ഇപ്പോൾ മഞ്ഞൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നു. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം നാരങ്ങാനീര് കൂടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ചേർത്തേക്കുന്നത്. നാരങ്ങാനീര് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ പൊടിയുടെ മഞ്ഞ നിറമൊക്കെ നന്നായിട്ട് ഈ അവലിൻ്റെ അകത്തൊന്ന് പിടിക്കണം. അത്രയും നേരം കണ്ടില്ലേ, ഈ ഒരു കളർ ആകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി. കണ്ടില്ലേ, ഇതിൻ്റെ അകത്തേക്ക് ആവിയൊക്കെ വരുന്നത് കണ്ടില്ലേ. 1 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരും. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പോ നാരങ്ങാനീരോ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അല്പം ഉപ്പ് കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അവൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടില്ല, ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച ശേഷം ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.